നമസ്കാരം. വിസിബി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രാകേഷ് കെആർ. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 5 ഗ്രാമപഞ്ചായത്തുകളിൽ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിയുടെ ഭാഗമായി നിർമ്മാണം പൂർത്തിയായ ഭവനങ്ങളുടെ താക്കോൽദാനവും ഗുണഭോക്തൃ സംഗമവും സംഘടിപ്പിച്ചു. ബുധനാഴ്ച രാവിലെ 11 മണിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് സ്മാരക ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ താക്കോൽ കൈമാറ്റ കർമ്മം നിർവഹിച്ചു. പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ 273 പേർ കരാറിൽ ഏർപ്പെടുകയും നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ 60 വീടുകളുടെ നിർമ്മാണമാണ് നിലവിൽ പൂർത്തീകരിച്ചത്. ദീർഘനാളായി തുടർന്നു പോന്നിരുന്ന തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം വിജയകരമായി ഒത്തുതീർപ്പിലായി. നഴ്സുമാർ മുന്നോട്ട് വച്ച പ്രധാന ആവശ്യങ്ങൾ മാനേജ്മെന്റുമായി ധാരണയായതിനെ തുടർന്നാണ് 141 ദിവസം നീണ്ട സമരം അവസാനിപ്പിച്ചത്. കൃഷിയിടത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മാതൃകയാകുന്ന വേലൂർ തണ്ടിലം ദിലീപ് കുമാറിന് കാർഷിക വികസന കാർഷിക ക്ഷേമ വകുപ്പിന്റെ ചൊവ്വന്നൂർ ബ്ലോക്ക് തല മികച്ച സമ്മിശ്ര കർഷകനുള്ള അവാർഡ് ലഭിച്ചു. 2017 ചൊവ്വന്നൂർ ബ്ലോക്കിലെ മികച്ച സമ്മിശ്ര കർഷകനുള്ള പുരസ്കാരം ദിലീപിനായിരുന്നു. തൃശൂർ പുലിക്കളി സംഘങ്ങൾക്കായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച 24 ലക്ഷം രൂപയുടെ ധനസഹായ തുക അനുവദിച്ച് ഉത്തരവിറങ്ങി. പുലിക്കളി കഴിഞ്ഞ് 1 വർഷം തികയാറായിട്ടും ധനസഹായം ലഭിക്കാത്തതിനെ തുടർന്ന് പുലിക്കളി സംഘങ്ങൾ കേന്ദ്ര സർക്കാരിനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കുമെതിരെ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു.